നമസ്കാരം. അങ്ങനെ പൗരത്വ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ത്രിപുര സർക്കാർ. CAAക്ക് കീഴിൽ പൗരത്വം നൽകുന്നതിനായി ത്രിപുര സർക്കാർ സംസ്ഥാനതല സമിതിക്ക് രൂപം നൽകിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ത്രിപുര സർക്കാർ പുതുതായി രൂപീകരിച്ച സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റിയിലേക്കും ജില്ലാതല കമ്മിറ്റിയിലേക്കും ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുകളോടും ഒരു ത്രിപുര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ജില്ലാതല കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അറിയിപ്പുണ്ടായിട്ടുണ്ട്. സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് ഡയറക്ടർ റിയാങ് IAS ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം CAAയുടെ കീഴിൽ ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി ജില്ലാതല എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കാനും അത് സംസ്ഥാനതല എംപവേർഡ് പാനലിന് കൈമാറുന്നതിന് മുമ്പ് സൂക്ഷ്മ പരിശോധന നടത്താനും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിയാങ് പറഞ്ഞിട്ടുണ്ട്. 6ാം ഷെഡ്യൂൾ ഏരിയകളുടെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മതപരമായ പീഡനം മൂലം നിയമപ്രകാരമുള്ള 3 രാജ്യങ്ങളിൽ നിന്ന് അഭയം തേടി അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, നഗർ പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് പൗരത്വം നൽകുക. ഇവർ അനുബന്ധ രേഖകളുമായി പൗരത്വത്തിന് അപേക്ഷിക്കണമെന്നും റിയാങ് പറയുകയുണ്ടായി. ബന്ധപ്പെട്ട വ്യക്തികൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് CAAയെക്കുറിച്ച് സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണ പരിപാടി നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പൗരത്വ നിയമപ്രകാരം 14 പേർക്ക് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകിയിരുന്നു. ആദ്യമായി അപേക്ഷിച്ചവർക്കാണ് പൗരത്വം നൽകിയതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് അപേക്ഷകർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. ദില്ലിയിൽ നിന്നുള്ള 14 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.